പശ്ചിമേഷ്യയിലെ നയതന്ത്ര സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ ശേഷിയുള്ള ഒരു സുപ്രധാന നീക്കവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾക്ക് വലിയൊരു തടസ്സമായി സൗദിയുടെ പുതിയ നിലപാട് മാറുന്നു. ലെബനൻ ഇസ്രയേലുമായി സ്വതന്ത്രമായി യാതൊരുവിധ ചർച്ചകളിലും ഏർപ്പെടരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് റിയാദ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ പൊതുവായ താൽപര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തു നിന്നുകൊണ്ടുള്ള ഒരു നീക്കവും ലെബനന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് സൗദി ആഗ്രഹിക്കുന്നു. ബെയ്റൂട്ടിൽ സന്ദർശനം നടത്തിയ സൗദി പ്രതിനിധി യസീദ് ബിൻ ഫർഹാൻ ലെബനൻ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ നിലപാട് വ്യക്തമാക്കിയത്. അറബ് രാജ്യങ്ങളുടെ പൊതുസമ്മതിയും ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അറബ് സമാധാന ഉടമ്പടിയുടെ നിബന്ധനകളും പാലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ നീക്കം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളിയായി ഇരിക്കുകയാണ്. ഇസ്രായേലിന് അറബ് ലോകത്ത് കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് സൗദിയുടെ ഈ ആന്റി നോർമലൈസേഷൻ നിലപാട് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയതന്ത്രത്തിന് സൗദി ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നു. ലെബനൻ ഇപ്പോൾ വലിയൊരു ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. രാജ്യത്തെ നേതൃത്വത്തിനിടയിൽ കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് സൗദിയുടെ ഇടപെടൽ നിർണായകമാണ്. ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണത്തിന് ലെബനൻ തയ്യാറായാൽ അത് അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തെ ബാധിക്കുമെന്ന് സൗദി ഭയപ്പെടുന്നു. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതൊരു ചർച്ചയുടെയും സമയക്രമവും നിബന്ധനകളും തങ്ങൾ തീരുമാനിക്കുമെന്ന സന്ദേശമാണ് റിയാദ് ഇതിലൂടെ നൽകുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടാതെ ഇസ്രയേലുമായി പൂർണ്ണമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അസാധ്യമാണ്. അറബ് സമാധാന ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വ്യവസ്ഥകൾ പാലിക്കപ്പെടണം എന്നതാണ് അവരുടെ വാദം. ലെബനനെ പോലൊരു രാജ്യം സ്വന്തം നിലയിൽ ഇസ്രായേലുമായി അടുക്കുന്നത് ഈ ഉടമ്പടിയുടെ പ്രസക്തി കുറയ്ക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലെബനന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് സൗദിയുടെ തീരുമാനം. റിയാദിൽ നിന്നുള്ള ഈ സന്ദേശം കേവലം ലെബനന് മാത്രമുള്ളതല്ല, മറിച്ച് ട്രംപ് ഭരണകൂടത്തിനുള്ള വ്യക്തമായ താക്കീത് കൂടിയാണ്. അറബ് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഇസ്രായേലിനെ മാത്രം സഹായിക്കുന്ന നിലപാടുകളോട് സൗദിക്ക് യോജിപ്പില്ല. MBS എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ സൗദി ഇപ്പോൾ കൂടുതൽ സ്വതന്ത്രമായ ഒരു വിദേശ നയമാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ പ്രാദേശികമായ ഐക്യത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. ലെബനനിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സൗദിയുടെ ഈ നിലപാട് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകൾ ഇസ്രയേലുമായുള്ള ഏതൊരു ബന്ധത്തെയും എതിർക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അന്താരാഷ്ട്ര സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകളോട് മൃദു സമീപനം കാണിക്കാറുണ്ട്. ഇവർക്കിടയിലേക്ക് സൗദിയുടെ കർശനമായ നിർദ്ദേശം എത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. യസീദ് ബിൻ ഫർഹാൻ ബെയ്റൂട്ടിൽ നടത്തിയ ചർച്ചകൾ വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. എങ്കിലും പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ലെബനന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും സൗദിയുടെ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സൗദിയുടെ പിന്തുണ വേണമെങ്കിൽ അവരുടെ നയതന്ത്ര നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ ലെബനൻ ബാധ്യസ്ഥമാണ്. പശ്ചിമേഷ്യയിലെ വലിയൊരു ശക്തി എന്ന നിലയിൽ സൗദിയെ പിണക്കാൻ ലെബനന് കഴിയില്ല. അമേരിക്കൻ വിദേശ നയതന്ത്രജ്ഞർ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അബ്രഹാം ഉടമ്പടി വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് സൗദിയുടെ ഈ പിന്മാറ്റം വലിയൊരു നയതന്ത്ര പരാജയമായി മാറിയേക്കാം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇത് വലിയൊരു തിരിച്ചടിയാണ്. സൗദി അറേബ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴാണ് അണിയറയിൽ സൗദി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ചേരി രൂപപ്പെടുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ തയ്യാറാകുന്നു. ഇറാൻ സൗദി ബന്ധം മെച്ചപ്പെട്ടതും ഇതിനൊരു കാരണമാണ്. ശത്രുതകൾ മാറ്റിവെച്ച് പ്രാദേശികമായ സുരക്ഷ ഉറപ്പാക്കാനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സൗദിയുടെ ഈ നിലപാട് ലെബനന് ഒരു കവചമായി മാറാനും സാധ്യതയുണ്ട്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് പറയാൻ ലെബനന് ഇനി സൗദിയുടെ നിർദ്ദേശം ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാം. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസം അത് ലെബനന് നൽകുന്നു.
നയതന്ത്ര തലത്തിൽ സൗദി ഇപ്പോൾ ലബനന്റെ രക്ഷകർത്താവായി മാറിയിരിക്കുകയാണ്. ഭാവിയിൽ ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കണമെങ്കിൽ അതിന് കൃത്യമായ റോഡ് മാപ്പ് വേണമെന്ന് സൗദി ആവശ്യപ്പെടുന്നു. പലസ്തീൻ പ്രശ്നത്തിലെ ശാശ്വതമായ പരിഹാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 1967 അതിർത്തികൾ പ്രകാരമുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രായേലുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് സൗദിയുടെ പക്ഷം. ഈ നിലപാട് ലബനനും പിന്തുടരുമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സൗദിയെ പ്രീണിപ്പിക്കാൻ ട്രംപ് എന്ത് തന്ത്രമാകും ഇനി പയറ്റുക എന്നത് പ്രസക്തമാണ്. സൈനിക സഹായങ്ങളോ സാമ്പത്തിക വാഗ്ദാനങ്ങളോ നൽകി സൗദിയെ വശത്താക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം. എന്നാൽ സൗദി ഇപ്പോൾ തങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വെറുമൊരു സാമ്പത്തിക ലാഭത്തിനായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർ മാറ്റാൻ സാധ്യതയില്ല. ലബനിലെ ജനങ്ങൾക്കിടയിലും സൗദിയുടെ ഇടപെടൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. ഒരു വിഭാഗം ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ലബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സൗദി എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എങ്കിലും സൗദിയുടെ സാമ്പത്തിക സഹായം ലബനന് അത്യാവശ്യമായതിനാൽ ഈ നിർദ്ദേശങ്ങളെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. മേഖലയിലെ സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള സൗദിയുടെ സ്വാധീനം അവിടെ പ്രകടമാണ്. ഇസ്രായേൽ ഈ നീക്കത്തോടുള്ള അതൃപ്തി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നു. ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കലാണെന്നാണ് അവരുടെ വാദം. എന്നാൽ അറബ് രാജ്യങ്ങൾ ഇത് തങ്ങളുടെ നിലനിൽപ്പിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രശ്നമായിട്ടാണ് കാണുന്നത്. പശ്ചിമേഷ്യയിലെ നയതന്ത്ര യുദ്ധം കൂടുതൽ കടുക്കുകയാണെന്ന് മനസ്സിലാക്കാം. സൗദിയുടെ ഈ പുതിയ നീക്കം മേഖലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൗദി അറേബ്യ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ലബനൻ ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാവി. സൗദിയുടെ ഈ നിലപാട് ഒരു തുടക്കം മാത്രമാണ്. മറ്റ് അറബ് രാജ്യങ്ങളും സമാനമായ നിലപാട് സ്വീകരിച്ചാൽ അമേരിക്കയുടെ നോർമലൈസേഷൻ പ്ലാനുകൾ പൂർണ്ണമായും പാളും. സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കണമെങ്കിൽ അത് നീതിപൂർവമായ നിബന്ധനകളിലായിരിക്കണമെന്ന സൗദിയുടെ സന്ദേശം ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞു. നയതന്ത്രത്തിന്റെ ഈ ചതുരംഗ കളിയിൽ അടുത്ത നീക്കം ആരുടേതായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നിന്നും റിയാദിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷ.